ഈ തൃക്കാക്കരയിലേക്കാണ് ആദ്യം പോകുന്നത്. തൃക്കാക്കരയിൽ സൈഫുന്നസിയുണ്ട്, ഒപ്പം സരികയും സിയും ഒക്കെ ചേരുമെന്നാണ് വിശ്വസിക്കുന്നത്. അവിടെ തൃക്കാക്കരയിൽ സമീക്ഷാ ക്ലബിന്റെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മണിക്കൂറുകൾ അങ്ങനെ എണ്ണിയിരിക്കുകയാണ്. എല്ലായിടത്തും മനുഷ്യർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 2025 പോകുന്നതിൽ അല്പം സങ്കടമൊക്കെ കാണുമായിരിക്കും. പക്ഷേ 26 വരികയാണ്, പുത്തൻ പ്രതീക്ഷകൾ വരികയാണ്. സൈഫുന്നസ, എങ്ങനെയാണ് തൃക്കാക്കരയിൽ? സംഗീത, ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ തന്നെ ആദ്യം പറയട്ടെ. കാരണം തൃക്കാക്കരയിൽ വലിയ ആഘോഷമാണ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് കണ്ട. ഈ മ്യൂസിക് കേൾക്കുന്നില്ല, ഒരു സാമ്പിൾ നോക്കുന്നതാണ്. എനിക്കിപ്പോൾ സരികയും സിയും ഉണ്ട്. സരിക സിയും കണ്ടിട്ടുണ്ടോ തൃക്കാക്കരയിലെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയാന്ന്? അപ്പൊ ഇന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷമൊക്കെ തൃക്കാക്കരയിലെ ന്യൂ ഇയർ കണ്ടതാണ്, ആഘോഷം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് എനിക്കറിയാം വളരെ അടിപൊളിയായിരിക്കും. ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകാൻ പറ്റാത്തവർക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കൂടിയായിരിക്കും. ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞവിടെ എങ്ങനെയുണ്ടായിരുന്നു ആഘോഷം? ഒയ്യോ, അത് ഓർമ്മിക്കല്ലേ, വളരെ ഗംഭീരമായിരുന്നു. കാരണം ഒരു 6 മണിക്ക് തുടങ്ങിയ ഡാൻസ് ഒരു മണി നിർത്താതെ അങ്ങ് ഡാൻസ് ആയിരുന്നു അവിടെ എല്ലാവരും. അത് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. പിന്നെ കൗണ്ട് ഡൗണ്, അതിന്റെ ബഹളം, ആ ഡിജെക്കാർ നിർത്തിയിട്ടില്ല. 6 മണിക്ക് തുടങ്ങി 1 മണി വരെ നിർത്താതെ DJ. അപ്പൊ പിന്നെ ആൾക്കാരുടെ കാര്യം പറയണോ, അത്രയ്ക്ക് എനർജി ആയിരുന്നു. സരികയുടെ പ്രതീക്ഷ എന്താ ന്യൂ ഇയറിൽ? പുതുവർഷത്തേക്കുള്ള പ്രതീക്ഷയാണ്, നല്ല ശുഭ പ്രതീക്ഷയാണ് എനിക്ക്. കഴിഞ്ഞ വർഷം ഇതുപോലൊരു വർഷം, ആ ഒരു വർഷത്തിൽ നിന്ന് ശുഭ പ്രതീക്ഷയായിട്ടാണ് ഞാൻ 2026 കാലെടുത്ത് വെക്കുന്നത്. അത് ഈ തൃക്കാക്കരയിൽ നിന്ന് എൻജോയ് ചെയ്ത് തന്നെ തുടങ്ങാനാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ നമുക്ക് സമീക്ഷ ക്ലബ്ബാണ് ഇത്ര അടിപൊളി ഒരു പാപ്പാഞ്ഞിയെ ഒരുക്കിയിരിക്കുന്നത്. ആ പാപ്പാഞ്ഞിയെ ഒരുക്കിയ ആളുകളുടെ സംഘാടകരെ കൂടി നമുക്ക് പരിചയപ്പെടാൻ തോന്നുന്നു. ഈ നിൽക്കുന്നതാണ് സമീക്ഷയുടെ സംഘാടകര്. പ്രസിഡന്റ് ലാഫി തന്നെ നമുക്കൊപ്പം ഉണ്ട്. എന്താണ്, എത്ര അടി ഉയരമുള്ളതാണ്? ഫോർട്ട് കൊച്ചിനെ വെട്ടിക്കുന്ന പാപ്പാഞ്ഞിയാണോ? അതിലും പ്രത്യേകത, ഞങ്ങൾ അവകാശപ്പെടുന്നത് തൃക്കാക്കരയിലെ ഈ പപ്പാഞ്ഞിയാണ് കേരളത്തിലെ ഏറ്റവും സുന്ദരനായ പപ്പാഞ്ഞി. അതുപോലെ തന്നെ ഉയരത്തിലായാലും സൗന്ദര്യത്തിലായാലും ഏറ്റവും കേരളത്തിൽ മികച്ചിരിക്കുന്ന പപ്പാഞ്ഞി എന്നാണ് ഞങ്ങളുടെ ക്ലബ്ബ് അതിൽ അവകാശപ്പെടുന്നത്. മാത്രമല്ല, നമ്മൾ ഈ വരുന്ന കഴിഞ്ഞ കൊല്ലത്തേക്കാളും അപേക്ഷിച്ച് വളരെയധികം സെക്യൂരിറ്റി സംവിധാനത്തിലൂടെയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. പോലീസിൻ്റെ സഹായമായാലും ഫയർഫോഴ്സിൻ്റെ സഹായമായാലും ഹോസ്പിറ്റൽ, ആംബുലൻസ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ വളരെയധികം തയ്യാറെടുപ്പോടുകൂടിയുള്ള പരിപാടി വൻ വിജയമായിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പാപ്പാഞ്ഞിയാണ് തൃക്കാക്കരയിലെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത്ര മനോഹരമായി പാപ്പാഞ്ഞി ഉണ്ടാക്കിയത്? കഴിഞ്ഞ വർഷങ്ങളെക്കാളും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ക്ലബിലെ അംഗങ്ങളിൽ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു അത്യാവശ്യം നല്ല സാമ്പത്തിക രീതിയിൽ തന്നെയാണ് 3 ലക്ഷത്തിനടുത്ത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നന്നായി തന്നെ നല്ല അഭിപ്രായമുണ്ട്, നല്ലൊരു ക്രൗഡും വരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് വലിയ ചെറിയൊരു ഭാഗമാണ്. അപ്പൊ ഈ ചെറിയ സ്ഥലത്ത് ആളുകൾ കൂടി കഴിഞ്ഞാൽ എങ്ങനെ ക്രൗഡ് നിയന്ത്രിക്കാൻ കഴിയും? അതാണ് ഞങ്ങൾ പറഞ്ഞത്. പോലീസിന്റെ കർശന നിയന്ത്രണമുണ്ട്. പോലീസിന്റെ നിയന്ത്രണങ്ങളിലൂടെയാണ് ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നത്. ഈ പപ്പാഞ്ഞി കത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന്റെ വലിയൊരു ഫോഴ്സ് തന്നെ ഈ പ്രദേശത്ത് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിൽ ഞങ്ങൾ സുരക്ഷിതമായി തന്നെ പപ്പാഞ്ഞി കത്തിക്കുന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലെ പല ക്ലബ്ബുകളുടെയും യുവജന സംഘടന നേതാക്കന്മാരെയും അണികളെയൊക്കെ അണിനിർത്തിക്കൊണ്ട് അവരെയും ഞങ്ങളുടെ വാളണ്ടിയർമാരാക്കിക്കൊണ്ട് ഇപ്പോൾ ഇത് തൊട്ടടുത്ത മയൂര ക്ലബിൻ്റെ സെക്രട്ടറിയാണ് ഇരിക്കുന്നത്, ഷിജോ ജോർജ്. അവരെല്ലാം ഞങ്ങളുടെ എല്ലാവരും എല്ലാ ക്ലബ്ബുകളെയും രാഷ്ട്രീയ യുവജന സംഘടനകളുടെ എല്ലാ അംഗങ്ങളെയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സെക്യൂരിറ്റി തന്നെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പോലീസിൻ്റെ നല്ലൊരു പിന്തുണയും ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഭാഗത്തോടെ പോകുമ്പോൾ കാണുന്നുണ്ട്, പാർട്ടായിട്ടാണ് ഇവർ ഈ ഇത്ര മനോഹരമായ പാപ്പാഞ്ഞിനെ റെഡിയാക്കിയത്. കുറച്ച് ദിവസങ്ങളെടുത്തുള്ള പണിയായിരുന്നു. അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചവരാണ് ഈ കാണുന്നവരെല്ലാവരും തന്നെ. ഇനി ഒപ്പം തന്നെ ഇതിനപ്പുറത്ത് ഓളം ബാൻഡിൻ്റെ ഒരു മ്യൂസിക് പരിപാടി കൂടി ഈ അടുത്ത മണിക്കൂറുകളിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ അവരുടെ ഒരു സാമ്പിൾ പരിപാടികളുടെയൊക്കെ തട്ടുമുട്ടും ബഹളമൊക്കെയാണ് കേൾക്കുന്നത്. സരികയും സിയും വീണ്ടും നമുക്കൊപ്പം ഉണ്ട്. സരികയും സിയും പാട്ട് കേൾക്കാൻ തയ്യാറാണോ? ഓ, പിന്നെ തയ്യാറാണ്. ഓളം ബാൻഡാണെന്ന് കേട്ടു. എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഓളം ഉണ്ടാവുമെന്ന് നോക്കാം അല്ലേ? ഓളം ഉണ്ടാവോ നോക്കണം. കഴിഞ്ഞ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ ഓളമാണ് ഇവിടെ തൃക്കാക്കര ഉണ്ടോന്നാണ് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു റിങ് നിറച്ച് ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ വാഹനങ്ങളൊക്കെ തന്നെ അവർ നിയന്ത്രിക്കും. ഈ ഭാഗത്തൂടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ അവർ നിയന്ത്രിച്ച് ക്ലോസ് ചെയ്ത് ഈ റോഡുകളെല്ലാം ക്ലോസ് ചെയ്യും. പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ നിന്നും തൃക്കാക്കരയെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പരിപാടി കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ളൊരു സൗകര്യമുണ്ട്. കാരണം ഈ 4 ഭാഗത്തേക്കും റോഡാണ്. ഏത് ഭാഗത്തേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ
കഴിയും. മറ്റേത് ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ തോപ്പുംപടി പാലം കടന്ന് തന്നെ വേണം എല്ലാവർക്കും ടൗണിലേക്ക് വരണമെങ്കിൽ. പക്ഷേ അത്തരം ഒരു അപകട സാധ്യത ഇവിടെ ഇല്ല. എങ്കിൽ പോലും സ്ഥലം പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് ആശങ്കയുള്ളത്. എന്തായാലും അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ കുറച്ച് ആളുകളെയൊക്കെ ആയിട്ട് ഞങ്ങൾ സരികയും സിയും സൈഫിനിച്ചൊക്കെ ചേരാം. തീർച്ചയായും സൈഫിനിസ്, ഏതാണെങ്കിലും ആ എനർജി കളയണ്ട. ഇപ്പോൾ തന്നെ നല്ല എനർജിയിലാണുള്ളത്. അടുത്ത മണിക്കൂറിലേക്ക് പ്രേക്ഷകരിലേക്ക് നമുക്ക് ആ എനർജി ഒക്കെ എത്തിക്കണം. വീണ്ടും എത്താം നമുക്ക്. ഇനി നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാം പ്രേക്ഷകരെ. അവിടെ ബെൻസൻ ബാബു ഉണ്ട്. ബെൻസൻ, കോഴിക്കോട്ടെ കാഴ്ചകൾ എങ്ങനെയാണ്? കൊച്ചിക്കാര് ഒട്ടും വിടില്ല, ആ വൈബിൽ തന്നെയാണുള്ളത്. അപ്പോൾ കോഴിക്കോടിനും അങ്ങനെ വൈബൊന്നും വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബെൻസൻ, കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകൾ പറഞ്ഞു തരുമോ? സംഗീത, ആദ്യമായി തന്നെ പുതുവത്സരാശംസകൾ അഡ്വാൻസ്ഡ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഏത് വിധത്തിലുള്ള ആഘോഷങ്ങളാണെങ്കിലും ഏത് ദിനമാണെങ്കിലും അത് വലിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്ന ഇടമാണ് കോഴിക്കോട് ബീച്ച്. സാധാരണ എല്ലാ വർഷവും ഇവിടെ അത്തരത്തിൽ ഇങ്ങനെ പ്രോഗ്രാമുകളൊന്നുമില്ല, പക്ഷേ ആളുകൾ വരും, വലിയ രീതിയിൽ ആളുകൾ എത്തിച്ചേരും. കുടുംബം കുട്ടികളും അടക്കം ആളുകൾ എത്തിച്ചേരുകയും പാട്ടുപാടുകയും അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ കണ്ടെത്തുന്ന ഒരിടമാണ് കോഴിക്കോട് ബീച്ച്. ഇത്തവണയും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഈ വൈകിട്ട് 6 മണിയോട് അടുക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. കുടുംബം കുട്ടികളടക്കം ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സൺസെറ്റും കണ്ടിരുന്ന് അതോടൊപ്പം തന്നെ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട്. ഈ കുതിരകളുണ്ട്, അതോടൊപ്പം തന്നെ ബോട്ട് റേസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ. അവയെല്ലാത്തിലും പങ്കുചേർന്നുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള പരിപാടിയിലാണ് ആളുകളുള്ളത്. കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരും. ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നാണോ? അതെ. എവിടെയാ? കോഴിക്കോട് തന്നെയാ സ്ഥലം? എന്തുകൊണ്ടാ കോഴിക്കോട് ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയത്? അതല്ല, പ്രാവശ്യം ഇവിടെ തന്നെയാണ് ഉണ്ടാവില്ല. അപ്പൊ രാത്രി വരെ ഉണ്ടാവോ? വലിയ പരിപാടി ഇവിടെ അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ല, പക്ഷെ എന്നാലും ആൾക്കൂട്ടം ഉണ്ടാവും, ചെറിയ പാട്ടുകളൊക്കെ ഉണ്ടാവും. അതെ. അപ്പൊ അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, ന്യൂ ഇയറിനല്ല എല്ലാത്തപ്പോഴും ഉണ്ടാവുന്ന. പക്ഷെ ന്യൂ ഇയറിന് കുറച്ചുകൂടി എന്തെങ്കിലും പരിപാടികൾ വേണമെന്നൊക്കെ ഉണ്ട്. കോഴിക്കോട് ബീച്ചിൽ അങ്ങനെ കാര്യമായിട്ട് ഒരു പരിപാടിയും ഉണ്ടാവാറില്ല. ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ അത്ര വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇങ്ങനെ സംഘടിപ്പിക്കാറില്ല. പക്ഷേ ആളുകൾ ഇങ്ങനെ എത്തിച്ചേരാറുണ്ട്, ഫാമിലിയൊക്കെ ആയിട്ട്. കുറച്ച് ഉമ്മമാരൊക്കെ ഉണ്ട്. ഉമ്മ, ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നാണോ? അതെ. നേരത്തെ തന്നെ ഇങ്ങ് പോകുന്നില്ല, 6 മണി ആവുന്നേ ഉള്ളൂ. നേരത്തെ വന്നിരുന്ന സ്ഥലം പിടിക്കാൻ വന്നതാ. സ്ഥലം പിടിക്കാൻ വന്നതാണ്. മോനെ, എന്താ പേരെന്താ? അഹാൻ. എത്രയിലാന്ന് പഠിക്കുന്നത്? 2ല്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാണോ വൈകിട്ട്? അഹാൻ പാട്ട് പാടുമെന്ന് തോന്നല്ലോ. പാടൂലേ? അഹാൻ പാട്ട് പാടും. ന്യൂ ഇയറിന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒറ്റ പാട്ട് പെട്ടെന്ന് പാടിക്കോ. പാടുവോ? പാടൂല? കുറച്ചുകൂടി കഴിയുമ്പോൾ പാടാട്ടോ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കറങ്ങി വരും, അപ്പം പാടണട്ടോ അഹാൻ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ അത് ഉമ്മാർ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ തന്നെ സീറ്റ് പിടിക്കാൻ വേണ്ടി വന്നതാണ് അവർ. അപ്പോൾ അതായത് അല്പസമയം കഴിയുമ്പോഴേക്കും വലിയ രീതിയിൽ ആൾക്കൂട്ടമാകും. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ബീച്ചിൻ്റെ കരയിൽ തന്നെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവിടെ അകത്ത് ബോട്ട് റേസൊക്കെ, ബോട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള പരിപാടികൾ തന്നെ നടക്കുന്നു. ഇവിടെ കോഴിക്കോട് ബീച്ചിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ മാനാഞ്ചിറയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിപാടികളുണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിൽ ആൾക്കൂട്ടവും ഉണ്ടാകും. അതിനെല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ. കോഴിക്കോട് ബ്യൂറോയുടെ ആഘോഷമൊക്കെ എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? കോഴിക്കോടുകാർക്ക് ചെറിയ വിഷമമുണ്ടെന്ന് അവിടുത്തെ ബൈറ്റുകളിൽ നിന്നൊക്കെ തോന്നുന്നു. ഫോർട്ട് കൊച്ചിയുടെ ഒപ്പം അത്ര ആഘോഷം പോരെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ആഘോഷം അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, ന്യൂ ഇയർ അല്ലേ. എങ്ങനെയാണ് ബെൻസന്റെ കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഞാനും ക്യാമറമാൻ നിതീഷ് ചേട്ടനുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവർ ആദർശുണ്ട്. ഞങ്ങൾ 3 പേര് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളൂ. പക്ഷേ ബ്യൂറോയിലുള്ള ആളുകൾ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇവിടേക്കൊക്കെ തന്നെ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരുടേതായിട്ടുള്ള മറ്റു പരിപാടികളുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ എല്ലാവരും ഇങ്ങോട്ട് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ആഘോഷം നമുക്കും ഉണ്ട്. ഇവിടെ രാത്രിയാകുമ്പം കുറച്ചുകൂടി കഴിയുമ്പോൾ കൗണ്ട് ഡൗൺ ഉണ്ടാകും. അപ്പോൾ കൗണ്ട് ഡൗണിന് അനുസരിച്ച് നമ്മളെല്ലാവരും തന്നെ അടുത്ത വർഷത്തെ വരവേൽക്കാനായിട്ടുള്ള ഓരോ സമയം എണ്ണി പോകും. കാരണം 2025 എല്ലാവർക്കും ചിലർക്ക് സന്തോഷമുള്ളതും ചിലർക്ക് സങ്കടമുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് മറന്ന് 2026 കുറച്ചും കൂടി പവറിൽ, കുറച്ചും കൂടി ഓണായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആഘോഷം തന്നെയായിരിക്കും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. നമുക്ക് കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. ചേട്ടാ, ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നാണല്ലേ? നേരത്തെ തന്നെ പോകുന്നു? എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ ചെമ്മാട്, തിരൂരങ്ങാടി ചെമ്മാട്. അവിടുന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നു. എല്ലാ വർഷം വരാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കോഴിക്കോട് ബീച്ച് തിരഞ്ഞെടുത്തത്? ഒന്നുമില്ല, വെറുതെ വന്ന്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു 2025? എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് 2026 പ്രതീക്ഷ? കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇനി 2026 കുഴപ്പമില്ല. എന്താ അവിടെ അറിയില്ലല്ലോ, വന്നാ നേരിടും, അത്ര തന്നെ. സന്തോഷം, എന്താണെങ്കിലും സന്തോഷം. അത് തന്നെ, എന്താണെങ്കിലും സന്തോഷം എന്നാണ് പറയുന്നത്. പിന്നീട് വീണ്ടും വരാം കേട്ടോ അങ്ങോട്ടേക്ക്. കോഴിക്കോടിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ, ഫോർട്ട് കൊച്ചിയിലാണല്ലോ നമ്മുടെ ഈ ന്യൂ ഇയർ വൈബ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരിക. അവിടെ നിന്ന്
അനിൽ ജോർജ് ഉണ്ട്, കൂടത്തിൽ സഹിൻ ചേരും, ഒപ്പം പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് അബ്ദുൾ റഹീം ചേരും. അങ്ങനെ ആഘോഷ കാഴ്ചകൾ അവർ ഇനി പറഞ്ഞു തരാൻ പോവുകയാണ്. അനിലിലേക്കാണ് ആദ്യം. അനിൽ, ഫോർട്ട് കൊച്ചി ഏതാണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ ഓണായിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാം. എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറിലെ കാഴ്ചകൾ? ഫോർട്ട് കൊച്ചി അതിൻ്റെ എല്ലാ ആവേശത്തിലേക്കും അല്പസമയത്തിനകം തന്നെ കടക്കും. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഈ വെളി മൈതാനത്ത് നിറഞ്ഞ് കവിയുന്ന രീതിയിലേക്ക് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും ഇതിനപ്പുറത്തുള്ള പരേഡ് ഗ്രൗണ്ടിലേക്കും ഒക്കെ ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. കൊച്ചിയിലെ ഈ രാത്രി ആൾക്കടൽ ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന വലിയ പാപ്പാഞ്ഞി, അത് കത്തിക്കുന്ന ആ സമയം അത് കാണാൻ വേണ്ടി എത്തുന്ന ആളുകൾ, ഒപ്പം തന്നെ ഈ ആഘോഷരാവിൽ പാട്ടും നൃത്തവും ഒക്കെയായിട്ട് ഒരു വർഷത്തെ പറഞ്ഞു വിടുന്നു. പുതിയ പ്രതീക്ഷകളുടെ ഒരു വർഷത്തെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസത്തെ ഒരു രാത്രിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പാപ്പാഞ്ഞിയുടെ ഈ ഭാഗത്തേക്കുള്ള പ്രവേശനമൊക്കെ പോലീസ് നിയന്ത്രിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ആരെയും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ പൗലിയനിൽ ഇന്റർനാഷണൽ ഗസ്റ്റുകൾ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. ആ ഇന്റർനാഷണൽ ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സഹിൻ ആന്റണി ഇരിക്കുന്നത്. ചില്ലറ കച്ചവടമൊന്നുമില്ല, എല്ലാം ഇന്റർനാഷണൽ ലെവലിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ ഗസ്റ്റുകളിലേക്കാണ്. അല്ല, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട്? ഞാൻ ലോക്കൽ ആളുകളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി ഭംഗിയായി പോകുന്നുണ്ട്. ഇന്റർനാഷണൽ ഗസ്റ്റുകൾ എത്തിച്ചേരാറായോ സാർ? ഇന്റർനാഷണൽ കാര്യങ്ങൾ അതെ, എന്തായാലും വിഷ്ണു സുരേഷ് എണീറ്റ് പോയി. വിഷ്ണു സുരേഷിന് അറിയാം. അടുത്ത ചോദ്യം വിഷ്ണു. ഇത് ജനത്തിലെ റിപ്പോർട്ടറുടെ ഇങ്ങനെ വന്നാൽ നീ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. എടാ, ഈ പപ്പാഞ്ഞിനെ കത്തിക്കുന്നത് എന്തിനാണെന്നറിയാം? പഴയ അതിനെല്ലാം കാര്യം പറ. പഴയ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പുതിയതിലേക്ക് കൊണ്ടുവരുന്നതിനല്ലേ? നമ്മൾ പുതിയ പ്രയോഗിക്കേണ്ടിയല്ലേ? റിപ്പോർട്ടറാണ്. ഈ പപ്പാഞ്ഞിനെ എന്തിനാ കത്തിക്കണേ? പപ്പാഞ്ഞിനെ എന്തിനാ കത്തിക്കണേ? ആഘോഷിക്കല്ലോ. ആഘോഷിക്കണല്ലോ, പറയ്. പ്രേക്ഷകർ കേൾക്കട്ടെ എന്തിനാന്ന്. എന്താട്ടാ കുറച്ച് തീയും പോയാൻ വരും. നമ്മൾ റിപ്പോർട്ടർമാർക്കും ക്യാമറമാൻമാരൊക്കെ ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവർക്കൊക്കെ ഇത് അറിയുമോന്ന് അറിയണമല്ലോ. ഈ പപ്പാഞ്ഞിനെ എന്തിനാ കത്തിക്കണത്? അറിയില്ല. ചോദിക്കാമല്ലോ, നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാമല്ലോ. പോലീസുകാരോട് ചോദിക്കാം, അതായത് സാറിനോടൊക്കെ ചോദിക്കാം. സാറേ, എന്തിനാണ് നമ്മൾ ഈ പപ്പാഞ്ഞിനെ കത്തിക്കണേന്ന് അറിയോ? സാർ എന്തായാലും ഒന്നും സംസാരിക്കുന്നില്ല. അതായത് ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഉണ്ട്, അവരോട് ചോദിക്കാം. ആരോഗ്യ മേഖല, മാഡം എന്തിനാണ് ഈ പപ്പാഞ്ഞിനെ കത്തിക്കുന്നത്? പോയ വർഷത്തെ എല്ലാം മീൻസ് ബാഡായിട്ടുള്ള എല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൾഡ് എന്തിനാ ഈ പപ്പാഞ്ഞിനെ കത്തിക്കുന്നത്? അത് തന്നെ പോയ വർഷത്തിന്റെ. അല്ല, ഇത് വലിയൊരു ചോദ്യമാണ്. എന്തിനാണ് ഈ പപ്പാഞ്ഞിനെ കത്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കണം. ആർക്കാണ് മറുപടി പറയാൻ പറ്റുന്നത് നമുക്ക് അറിയണമല്ലോ. എന്തായാലും സാറേ ഒരു കാര്യം, എന്തിനാ ഈ പപ്പാഞ്ഞിനെ കത്തിക്കണമെന്നറിയോ? പപ്പാഞ്ഞി നമ്മുടെ ഒരു വർഷത്തെ ആശങ്കകളും തിന്മകളും ഒക്കെ ജഗദീശ്വരന് സമർപ്പിച്ച് വരുന്ന ഒരു പുതുവർഷം നന്മയുടേതാകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രതീകമാണ്. അതങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ. അതാണ് മാത്രം നമ്മൾ കത്തിക്കാൻ കൊണ്ടിരിക്കും. അതല്ല, നമ്മളിപ്പോൾ പൊതുവായിട്ടുള്ള നമ്മുടെ ആഘോഷങ്ങളിൽ സുരക്ഷയും അതിനൊപ്പം നമ്മൾ ജനങ്ങളുടെ സന്തോഷവും നമ്മളത് അറിഞ്ഞ് വെറുതെ തമാശ രൂപയാണ് പറഞ്ഞതേ ഉള്ളൂ. സാറ് കാര്യമൊക്കെ സന്തോഷം കത്തട്ടെ പരമാവധി കത്തട്ടെ എന്നുള്ളതാണ്. അപ്പം തന്നെ അല്ല, ഇത് വലിയൊരു ചോദ്യമാണ്. അതെ, നമുക്ക് ഇവരോട് സംഘാടകർ രണ്ട് മാഡം ഒന്ന് നിന്നേ ഒരു മിനിറ്റ്. എന്തിനാ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നു? അറിയില്ല സർ, എന്തിനാന്ന്. ഞങ്ങള് ഫസ്റ്റ് ടൈം ഡ്യൂട്ടി കിട്ടിയിരിക്കുക, അത് കാണാനും. എന്താ പേരെന്താ? അപർണ. എവിടെയാ വീട്? എവിടെയാ? എന്റെ പാലക്കാട്. മാഡം എത്ര ആളെ ജോലി കയറിയിട്ട്? ഞങ്ങള് 2 വർഷം കഴിഞ്ഞു. 2 വർഷം. ആദ്യമായിട്ടാണ് പപ്പാഞ്ഞിനെ? അതെ, ആദ്യമായിട്ടാ. സന്തോഷമായോ? സന്തോഷമായി. അത് തന്നെയാണ്, അത് ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ മാഡം ഒരു സത്യസന്ധമായിട്ട്. അതെ, വളരെ സത്യസന്ധ. ഈ സംഘാടകരോട് ചോദിക്കാം, നിങ്ങൾ വന്നേ, എന്തിനാ പപ്പാഞ്ഞിനെ കത്തിക്കണം? നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്തിനാ കത്തിക്കണമെന്ന് വെച്ചാൽ ഈ വർഷത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ മറന്നീക്കി പുതുവത്സരം സന്തോഷവും സമാധാനത്തോടെ സമ്പദ് സമൃദ്ധിയോടെ വരവേൽക്കാൻ ഞങ്ങൾ കൊച്ചിക്കാരി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. തന്നെയാണ്. എന്തായാലും ഒരു പറയുന്ന പോലെ അവർക്ക് വലിയൊരു സന്തോഷവും സമൃദ്ധിയും എല്ലാം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടേ, അവരോടൊക്കെ കാര്യങ്ങളൊന്ന് ചോദിക്കണമല്ലോ. ഹലോ, എവിടെ നിന്നാ വരുന്നത്? പൊന്നാനി.
പൊന്നാനി ഇത് ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, കഴിഞ്ഞ വർഷം വന്നിരുന്നു. ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ഫ്രണ്ട്സുകളുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടല്ലേ? അവരൊക്കെ എന്താ ഇവിടെ ഉണ്ടാ? എല്ലാവരും അവിടെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അവരെല്ലാവരോടും സന്തോഷം. ഒരു കൂട്ടമായിട്ട് നിന്നിട്ടാണല്ലേ ആളുകൾ ഫോട്ടോ? അതെ. പൊന്നാനിക്കാരുടെ സന്തോഷമാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ സന്തോഷം. വാ ഇങ്ങോട്ട് വാ. എല്ലാവരും ഒരു കൂട്ടായിട്ടാത്തേക്കണേ. പേര് മോറ്റാ? 8 ആൾക്കാർ. 8 പേര് വന്നേ. ഏയ് നിഖിൽ ഇങ്ങോട്ട് വാ. നിഖിൽ എന്താ നാണിച്ചൊക്കെ നിൽക്കണേ? നിഖിൽ എന്തായാലും നാണിച്ചേക്കണേ. എന്താ പേര് മോന്റെ? മോന്റെ പേരാ? ആബിദ്. എല്ലാവരും ആദ്യമായിട്ടാണോ വരുന്നത്? ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ? സെക്കൻഡ് ടൈം. കഴിഞ്ഞ വർഷമാണോ വന്നത്? എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നല്ല അത്യാവശ്യം മനോഹരമാണ്. അടിപൊളിയാ. ഇഷ്ടപ്പെട്ടു. അല്ല നിഖിലിനോട് ചോദിക്കട്ടെ. നിഖിൽ ഓടിക്കളഞ്ഞ നിഖിൽ ആദ്യമായിട്ടാണോ വരുന്നത്? കോർഡിനേറ്റർ. നിഖിൽ എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു. എവിടെയാ? നാട്ടിലാ, പൊന്നാനിയിലല്ലേ? എങ്ങനെയുണ്ട് നിഖിൽ? ഇഷ്ടപ്പെട്ടു. ശരി സഹിൻ, അനിലും സഹിനും വെള്ളി ഗ്രൗണ്ടിലെ അങ്ങനെ വൈബ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ തന്നെ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ, അത് വെള്ളി ഗ്രൗണ്ടിൽ നിന്നുള്ള ലൈവൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ്. ഇതാണെങ്കിൽ 1 വർഷം കഴിഞ്ഞത് എത്ര പെട്ടെന്നാണ് പോയതെന്ന് ആലോചിക്കുകയായിരുന്നു. ഇനി പരേഡ് ഗ്രൗണ്ടിലേക്ക് നേരെ പോവുകയാണെങ്കിൽ അവിടെ അബ്ദുൾ റഹീമുണ്ട്. അബ്ദുൾ, അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? വെള്ളി ഗ്രൗണ്ടിൽ അങ്ങനെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സഹിനും അനിലും കൂടി എല്ലാവരോടും ഈ പാപ്പാഞ്ഞി കത്തിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് കുഴപ്പിച്ചൊക്കെ കാര്യങ്ങളെ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ പരേഡ് ഗ്രൗണ്ടിലൂടെ വരികയാണെങ്കിൽ എങ്ങനെയാണ് അബ്ദുൾ അവിടെ? സംഗീത, വെള്ളി ഗ്രൗണ്ടിലെ പോലെ തന്നെ ഒട്ടും കുറവില്ലാതെ ആളുകൾ പരേഡ് ഗ്രൗണ്ടിലേക്കും എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കൊച്ചിയിലെ ആഘോഷം പൊതുവെ കളറാണ്. ആ കളർ കുറച്ചുകൂടി മാറ്റുകൂട്ടാൻ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വെള്ളി ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പപ്പാനിയാണെങ്കിൽ പരേഡ് ഗ്രൗണ്ടിലുള്ളത് ഒരു നിൽക്കുന്ന കുറച്ചുകൂടി ഉയരം കൂടി ഒരു പപ്പാനിയാണ്. ഏതായാലും 2 ഇടങ്ങളിലായി കൊച്ചിയിലെ ആഘോഷങ്ങൾ അങ്ങനെ പൊടിപൊടിക്കുകയാണ്. ഇവിടെ അല്പസമയത്തിനകം DJ പരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ആരംഭിക്കും. നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലായും ഇങ്ങോട്ട് കൊച്ചിയിലെ ആഘോഷ പരിപാടികൾക്കായി എത്താറുള്ളത്. എവിടെന്നാ വന്നേ? എവിടെന്നാ? നമ്മള് വയനാട്ടിലാണ്. ആദ്യമായിട്ടാണോ? കൊച്ചിയിൽ ആദ്യമായിട്ടാണ്. എങ്ങനെ, എത്ര പേരുണ്ട്? ഞങ്ങള് 3 പേരുണ്ട്. എങ്ങനെ കൊച്ചിയിലെ ആഘോഷമൊക്കെ എങ്ങനെ കണ്ടിട്ട് തോന്നുന്നു? വയനാട്ടിലെ ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെയാണ്? വയനാട്ടിൽ ഏറ്റവും വലുത് പപ്പാനി വയനാട്ടിലാണ് ബോച്ചന്റെ. പിന്നെ അതൊഴിവാക്കി ഇങ്ങോട്ട് വന്നേണ്ടോ? ഇവിടെ ഒന്ന് സെറ്റ് ആക്കാൻ കുറച്ചുകൂടി വൈബ് നോക്കി പോകുന്നതാണോ? വൈബ് ഇവിടെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഷെയറാക്കാൻ. എന്റെ പേരെന്താണ്? എന്റെ പേര് അബിൻ. എന്ത് തോന്നുന്നു കൊച്ചിയിലെത്തിയിട്ട്? നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പപ്പാനി കത്തിക്കലാണല്ലോ മെയിൻ, അപ്പോൾ അതും കൂടെ കാണാന്ന് വെച്ചു. എപ്പോൾ എത്തിയതാ? നമ്മള് ഇന്ന് രാവിലെ. അതായത് ജില്ലയ്ക്ക് പുറത്ത് നടക്കുമുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ആളുകളുണ്ട്, കുട്ടികളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ഇങ്ങോട്ടേക്ക് കൂടി വരും. സ്വാഭാവികമായും കൊച്ചിയിലെ ആഘോഷങ്ങൾ അത്ര കണ്ട് കളറാണ്. ആ കളറിനനുസരിച്ച് ആളുകളും ഒഴുകി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ചേട്ടാ, എവിടുന്നാ? കോട്ടയത്ത് നിന്നാണ്. എന്ത് തോന്നുന്നു? കൊച്ചിയിലൊരു ആഘോഷം കണ്ടിട്ടെന്ന് തോന്നുന്നു? അടിപൊളി, പൊതുവെ അടിപൊളിയാണ്. ആദ്യമായിട്ടാണോ വരുന്നത്? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് വരുന്നത്. എങ്ങനെ, പേരെന്താ? ആർദ്ര. എന്തെന്നു കൊച്ചി ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കോട്ടയത്ത് ആഘോഷമൊക്കെ ഉണ്ടോ? കോട്ടയത്ത് ആഘോഷം കുറവാണ്. കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി വൈബ് അനുസരിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. അല്ല, വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പോകും. ഇവിടെ സെറ്റിൽഡ് ആണ് രണ്ടുപേരും കൂടി? ഇവിടെ സെറ്റിൽഡ് ആണ്. ഇങ്ങനെ ചേട്ടാ, എങ്ങനെയുണ്ടോ കൊച്ചിയിൽ ആഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ കൊച്ചിക്കാരൻ തന്നെയാണ്. കൊച്ചിക്കാരൻ തന്നെയാണ്. ചോദിക്കണ്ട. എന്ത് ഇപ്പൊ ഇത്തവണ 2 അപ്പൊ എങ്ങനെയാണ്? നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ 2 സ്ഥലത്തും നമുക്ക് ആഘോഷിക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ അതുപോലെ ജനത്തിരക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അതാണ് 2 ഗുണം. അതാണ്. എവിടെ നടാ? പാലക്കാട്. എല്ലാം ജില്ലക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും. കുഴപ്പമില്ല, ഉഷാറാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി വന്നാണ് എൻജോയ്മെന്റ് ചെയ്യാൻ. അങ്ങനെ അതായത് കൂടുതലും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളാണ് കൊച്ചിയിലെ ആഘോഷ പരിപാടികൾക്കൊക്കെ തന്നെ എത്താറുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ നിരവധി ആളുകൾ എത്തുന്ന ഒരു കുറച്ച് ആളുകൾ കൂടി ഇവിടെ ഉണ്ട്. എവിടെ നിന്ന് വരുന്നു? കാസർഗോഡ്. കാസർഗോഡുകാർ പൊതുവെ ആഘോഷങ്ങൾക്കൊക്കെ മുൻപന്തിലുള്ള ആൾക്കാരാണ് അല്ലേ?
കൊച്ചിയിലൊക്കെ ആഘോഷം എങ്ങനെ തോന്നുന്നു? നല്ല ആഘോഷമാണ്, നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പരിപാടി നടക്കുന്നുണ്ട്, ബേക്കൽ ഫെസ്റ്റ്. അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ പരിപാടി കാണാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത്. കൊച്ചിയിലെ വൈബ് എങ്ങനെയുണ്ട്? വൈബ് ഉഷാറ്, സൂപ്പർ. ബീച്ചിലോട്ടൊക്കെ പോയായിരുന്നോ? എല്ലായിടത്തും പോയി. ശരി റഹീം, എന്താണെങ്കിലും എല്ലാവരോടും സംസാരിക്കുക. എല്ലാവരും വളരെ വലിയ സന്തോഷത്തിലാണ്. അതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ സങ്കടങ്ങളും മറന്ന് അങ്ങനെ പുതിയ പ്രതീക്ഷകളുമായി പുത്തൻ വർഷത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്.